വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. സോ മക്കളെ, നമ്മുടെ ആനുവൽ എക്സാം, നമ്മുടെ പബ്ലിക് എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയല്ലേ. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഇതാ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തു, മാർച്ചിലാണ് നമ്മുടെ എക്സാം വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ആ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ബേസിക് സയൻസിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് അടിപൊളിയാക്കണം. അപ്പൊ ബേസിക് സയൻസിന്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ് നമ്മുടെ സ്വന്തം ഡൈവേഴ്സ് ഓർഗാനിസം അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അപ്പൊ ആ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട കാര്യം തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മളുടെ ഈ സ്റ്റാർട്ടിങ്ങിലെ കുറെ ജീവജാലങ്ങളെ പറ്റി നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, അവരുടെ ലൈഫ് സൈക്കിൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അവരുടെ ലൈഫ് സൈക്കിൾ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത ഫാക്ടർ എന്ന് പറഞ്ഞാല്, ഇപ്പൊ സ്വാഭാവികമായും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു കോഴിയുടെ കേസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു പശുവിന്റെ കേസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു ആടിന്റെ കേസ് എടുക്കാം. ഇവരൊക്കെ പ്രസവിക്കുകയാണ് അല്ലെ. ഇങ്ങനെ പ്രസവിച്ചിട്ട് ഉണ്ടാവുന്ന ഒരു പുതിയ ഒരാൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ പശുവിന്റെ കുട്ടി, പശുക്കുട്ടി എന്ന് പറയുന്നത് പശുവിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ആട്ടിൻകുട്ടി എന്താണ്? അതിന്റെ ആടിനെ പോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പാരന്റ് ക്രിയേച്ചറുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മാതൃജീവിയുമായിട്ട് സാമ്യമുള്ളതാണ്. ഇനി വേണമെങ്കിൽ ഇതിപ്പോ പ്രസവിക്കുന്നതല്ല, അപ്പൊ മുട്ടയിടുന്നവർ അങ്ങനെയല്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. വേണമെങ്കിൽ നമുക്ക് മുട്ടയിടുന്ന ഒരാളുടെ ഉദാഹരണം എടുക്കാം. കോഴി മുട്ടയിടുവാണല്ലോ ചെയ്യുന്നത്, താറാവ് മുട്ടയിടുവാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവർ ഈ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങളും അവരുടെ ഈ പറയുന്ന പാരന്റ് ക്രിയേച്ചറുമായിട്ട് അല്ലെങ്കിൽ മാതൃജീവിയായിട്ട് സാദൃശ്യമുള്ളതല്ലേ. പക്ഷേ എല്ലാ ജീവികളിലും നമുക്കിത് കാണാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോട്ട് ചെയ്തേ. ഇതെന്താണ്? കാണുമ്പോൾ നമുക്ക് തുമ്പിനെ പോലെ തോന്നും. അപ്പൊ ഇതിന്റെ പേരാണ് ആൻഡ് ലേസ് വിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ജീവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു തുമ്പിയുടെ ഒരു സ്ട്രക്ചറാണ്, ചിറകൊക്കെ ഉണ്ട്. ഇനി ഇവരും ഇതേപോലെ തന്നെ റിപ്രൊഡക്ഷൻ നടത്തുന്നത് മുട്ടയിട്ടിട്ടാണ്. അപ്പൊ ഇവരുടെ ലൈഫ് സൈക്കിൾ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ആൺലൈൻ ലേസ്വിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രാണി മുട്ടയിടുന്നുണ്ട്. പക്ഷെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ആളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. നിങ്ങളത് ഇവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? യെസ്, ഇതാണ് നമ്മുടെ കുഴിയാന അല്ലെങ്കിൽ ആൻലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ മക്കളെ, നമ്മുടെ തുമ്പി അല്ലെങ്കിൽ ആൻലൈൻ ലേസ്വിങ്ങിന്റെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ആള് നമ്മുടെ ആൻലൈൻ ലേസ്വിങ്ങുമായിട്ട് യാതൊരുവിധ രൂപസാദൃശ്യവും ഇല്ല. അവർക്ക് ചിറകൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതേസമയം അവരെങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ കുഴിയാനനെ പോലെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും കുഴിയാന ഉണ്ടായി, അപ്പൊ കുഴിയാന ചത്തുപോകുന്ന അല്ലെങ്കിൽ കുഴിയാനന്റെ ജീവിതം അവസാനിക്കുന്നതും ഇതേ കുഴിയാനയുടെ രൂപത്തിൽ തന്നെ ആയിരിക്കുന്നു. അല്ല, അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ഈ കുഴിയാന തന്നെയാണ് പിന്നീട് പ്യൂപ്പാ സ്റ്റേജിലൂടെ മാറി അവസാനം നമ്മുടെ മാതൃജീവിയോട് സാമ്യമുള്ള ഒരാളായിട്ട് മാറും. അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ ഈ ഒരു ജീവിയുടെ ലൈഫ് സൈക്കിൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ജീവിക്ക് മാതൃജീവിയോട് യാതൊരുവിധ സാദൃശ്യവും ഇല്ല. പക്ഷെ പിന്നീട് അവ പ്യൂപ്പാ സ്റ്റേജിലൂടെയും അല്ലെങ്കിൽ മറ്റു പല ഘട്ടങ്ങളിലൂടെയും കടന്ന് നമ്മുടെ മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവിയായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഇനി ഇത് മാത്രമല്ല, മറ്റുദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ബട്ടർഫ്ലൈ എടുക്കാം. ഈ ബട്ടർഫ്ലൈയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന എന്താണ്? പൂമ്പാറ്റയുടെ കുഞ്ഞാണോ? പൂമ്പാറ്റനെ പോലെ തന്നെയുള്ള പൂമ്പാറ്റ കുഞ്ഞാണോ? അല്ല. എന്താണ് ഉണ്ടാവുന്നത്? കാറ്റർപില്ലർ അല്ലെങ്കിൽ പുഴുവാണ് ഉണ്ടാവുന്നത്. ഈ പുഴുവാണ് പിന്നീട് പ്യൂപ്പാ സ്റ്റേജിലൂടെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അതേപോലെ തന്നെ കൊതുകിന്റെ മുട്ട വിരിഞ്ഞ് ആരാ ഉണ്ടാവുന്നത്? കൂത്താടിയാണല്ലേ. കൂത്താടിയാണ് പിന്നീട് കൊതുകായിട്ട് മാറുന്നത്. തവളയുടെ മുട്ട വിരിഞ്ഞ് ആരാ ഉണ്ടാവുന്നത്? വാൽമാക്രിയാണ്. അപ്പൊ വാൽമാക്രിയാണ് പിന്നീട് പല ഘട്ടങ്ങളിലൂടെ മാറിയിട്ട് നമ്മുടെ തവളയായിട്ട് മാറുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ജീവികളിൽ കാണുന്ന ഈ ഒരു പ്രത്യേകതയെ നമ്മളൊരു പേര് വിളിക്കും. അതാണ് മക്കളെ നമ്മുടെ മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് പറയുന്നത്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. ഇൻ സം ക്രിയേച്ചർ ദ ലാർവ ഡു നോട്ട് റിസംബിൾ to the parent. The larva formed from the egg goes through different stages of growth and become a creature resembling the parent. This change is called metamorphosis. ഓക്കെ, അപ്പൊ എന്താണ് മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം എന്നൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ലൈഫ് സൈക്കിൾ ആയിരുന്നു നമ്മുടെ ആൻലൈൻ ലേസ്വിങ്ങിന്റെ. ഇനി നിങ്ങൾക്ക് മറ്റൊരു ജീവിയുടെ ലൈഫ് സൈക്കിളും കൂടി പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ കോക്രോച്ച്. ഈ കോക്രോച്ചിലും നമുക്ക് കാണാൻ പറ്റുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, കോക്രോച്ചും എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, മുട്ടയിടുന്നുണ്ട്. ഈ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിംഫ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ലാർവ സ്റ്റേജ് എന്ന് പറയുന്നത് നിംഫാണ്. ഈ നിംഫിനെ നോക്കിയാൽ നമ്മുടെ കോക്രോച്ചുമായിട്ട് ചെറിയൊരു സാമ്യമൊക്കെ
അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. ഈ നിംഫ് പിന്നീട് എന്തായിട്ട് മാറുന്നു, നമ്മുടെ ഈ പറയുന്ന കോക്രോച്ചിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇവിടെ പ്യൂപ്പ സ്റ്റേജ് ഇല്ല എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ നിംഫ് പിന്നീട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയുടെ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ തൊട്ടു മുമ്പിൽ കണ്ട ജീവിനെ പോലെ ഇവർക്കിടയിൽ ഒരു പ്യൂപ്പ സ്റ്റേജ് ഇല്ല. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഇവിടുന്ന് ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കോക്രോച്ചിന്റെ ലാർവ സ്റ്റേജിലുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഇതിന്റെ ബേസിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഈ ഒരു ചാപ്റ്റർ മാത്രം മതിയോ നമ്മുടെ ആനുവൽ എക്സാമിന്? പോരാ അല്ലേ, നമുക്ക് ഫസ്റ്റ് മുതലേ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അതിന് നമുക്ക് വേണ്ടത് റിവിഷൻ ക്ലാസ് ആണ്. സോ നിങ്ങൾക്കായിട്ട് സൈലത്തിന് സ്വന്തം പൃഥ്വി എൻ ഗെയിം ബാച്ച് ഇവിടെ നിലവിലുണ്ട്. ഇനിയും അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം നമ്മുടെ സൈലം തന്നിരിക്കുകയാണ്. സോ അഡ്മിഷൻ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് യൂണിറ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റിവിഷൻ ക്ലാസ് കേട്ട് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പൊ എല്ലാവരെയും നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.